ഹലോ ഗൈസ്, ഇന്ന് എൻ്റെ സിസ്റ്റർ വരും. ആക്ച്വലി അവൾ എറണാകുളത്താണ്. അപ്പോൾ എന്താണ് മന്ത്ലി അല്ലെങ്കിൽ എങ്ങനെയാണോ ലീവ് കിട്ടുന്ന ആ രീതിക്ക് തന്നെയാണ് വരുന്നത്. എല്ലാ ആഴ്ചയും വരത്തില്ല, എന്തെങ്കിലും ഉള്ളപ്പം കാരണം യാത്ര ബുദ്ധിമുട്ടത് കൊണ്ട് ഇടയ്ക്കൊക്കെ വരാനുള്ളൂ. അപ്പം ഇന്ന് വരും. ഞങ്ങളുടെ ഒരു കുഞ്ഞിനെ ഞങ്ങൾ അങ്ങനെ മാറി നിന്നിട്ടില്ല, എപ്പോഴും ഒരുമിച്ചൊക്കെ തന്നെ ആയിരിക്കും. അപ്പം അന്നൊക്കെ ഞങ്ങൾ അത്യാവശ്യം നല്ല അടിയായിരുന്നു. പക്ഷേ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ തമ്മിൽ ഒരു കണക്ഷനൊക്കെ വന്നു. സത്യം പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക, അങ്ങനത്തെ ഒരു രീതിയിലേക്കൊക്കെ നമ്മൾ വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേന് അവൾക്ക് ഒരു ജോലി കിട്ടി. അവൾ എറണാകുളത്തോട്ട് ഷിഫ്റ്റായി. പിന്നെ ഈ ഒരു ഷിഫ്റ്റ് ആവുന്ന ആ ഒരു മൊമെൻറ്റിലാണ് സത്യം പറഞ്ഞാൽ അവരുടെ ഒരു ഇമ്പോർട്ടൻസ്, അവരുടെ ഒരു വാല്യൂ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം അവൾ പിന്നെ അങ്ങനെ എപ്പോഴും വരാറൊന്നുമില്ല, നമുക്ക് എപ്പോഴും സംസാരിക്കാനൊന്നും പറ്റാറില്ല അങ്ങനെയുള്ള. പക്ഷെ എൻ്റെ വീട്ടിലിപ്പോൾ എന്ത് നടന്നാലും ഞാൻ എൻ്റെ സിസ്റ്ററിനോടാണ് കൂടുതലായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഫോണിൽ കൂടെ ഒക്കെ ആയിരിക്കും ഷെയർ ചെയ്യുന്നത്. കൂടുതലായിട്ട് കണക്ട് ആയിരിക്കുന്നത് സിസ്റ്ററുമായിട്ടായിരിക്കും. കുറേ പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ് അല്ലേ. സിബ്ലിങ്സ് ഉണ്ട്. ഇപ്പം ബ്രദറിൻ്റെ കാര്യം എനിക്കാണ്, ബ്രദറുമായിട്ടും കണക്ഷൻ ഉണ്ട്. പക്ഷേ ഒരു സിസ്റ്റർ തമ്മിലുള്ള ആ ഒരു ഫീലിങ്സ് കുറച്ചുകൂടി ബോണ്ട് കൂടുതലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ഇങ്ങനെയാണ് തോന്നുന്നതെന്ന് പറയണം. അപ്പോൾ അവളിന്ന് വരും. അപ്പം വെയിറ്റ് ചെയ്തിരിക്കും അടുത്ത പാർട്ട് കാണാം. എന്നിട്ട് നമ്മൾ വരുന്ന പാർട്ട് കാണാം. ഓക്കെ, ബൈ. മഞ്ജുവിന് പനി പിടിച്ച് വയ്യാണ്ടായി.